ജീവിതത്തിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ കാണും. ദൈവം നിങ്ങൾക്കതിനെ തരും. സങ്കീർത്തനം 37:4 യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം അത് ഉളവായി തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്നോർത്ത് അവൻ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല എന്നതിന് ബൈബിൾ ഗ്യാരണ്ടി തരുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവമാണ് സാധിപ്പിക്കുന്നത്. നിങ്ങളൊരു ദൈവ പൈതലായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമാണിത്. ലോകത്തിൽ വേറെ ആർക്കും ഇത് ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. നീയൊരു ദൈവഭക്തനാണോ? നീയൊരു ദൈവഭക്തയാണോ? കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാണോ? നിന്റെ ആഗ്രഹം ദൈവത്തിന് ഒരു സാധാരണ മനുഷ്യൻ്റെ വെറുമൊരു താല്പര്യമെന്ന നിലയിൽ കാണാൻ കഴിയുന്നില്ല. പകരം സാധ്യമാക്കി കൊടുക്കേണ്ട വിധം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഒരു അത്യാവശ്യ ഘടകമെന്ന നിലയിലാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നോക്കിക്കാണുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. ഒരുപാട് കാലമായി ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീടാകാം. ഒത്തിരി നാളായല്ലോ. നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ മുഖമാകാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര അനുഗ്രഹങ്ങളാകാം. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടത്ര പണമാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവിക ബന്ധമാകാം. ആഗ്രഹത്തിൻ്റെ ആ ഒരു ടൈറ്റിലിന് താഴെ നിങ്ങൾ ദൈവഹൃദയത്തിലേക്ക് അർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ എന്തോ അത് ദൈവം നിവർത്തിക്കും. ആഗ്രഹം നിങ്ങളുടേതാണ്. ആ ഉത്തരവാദിത്വം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ മുഴുവൻ റിസ്ക്കും ദൈവമാണ് ഏറ്റെടുക്കുന്നത്. ആഗ്രഹിച്ചു കൊള്ളുക, കർത്താവ് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ വചനം ഒരിക്കൽ കൂടെ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവസന്നിധിയിലെ ആഹ്ലാദം അത് ആരാധനയുടെ രൂപത്തിലായിരിക്കാം, കർത്താവിനോട് കൊഞ്ചിക്കൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന രൂപത്തിലായിരിക്കാം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കത്തലായിരിക്കാം, അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആത്മീക പുരോഗതിയായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ദൈവസ്ഥാനത്തിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് മാറിയിരിക്കുന്നതാകാം. അല്ലെങ്കിൽ പണികൾ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വരുമ്പോഴുമൊക്കെ യേശുവിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിരി പറഞ്ഞു പോകുന്ന ആ ഒരു സല്ലപിക്കുന്ന മെത്തേഡാകാം. ദൈവ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ആനന്ദം ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. തൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ഒരാൾ, തൻ്റെ ഒപ്പം കൂടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്ഭുതകരമായ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ആഗ്രഹങ്ങളെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിന്നോടാണ് ഞാനിത് പറയുന്നത്, നിന്നോട് തന്നെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഒരുപാട് നാളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാര്യം, നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുങ്ങി വരുന്ന കാഴ്ച, ഒട്ടും എഫേർട്ടില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ആരോ കൊണ്ട് വെക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ട് വരുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പോവാണ്. ഇത് വളരെ സർപ്രൈസ്ഡ് ആയിരിക്കുന്നൊരു കാര്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ അത് വളരെ വളരെ സന്തോഷം പകരുന്നൊരു കാര്യവുമാണ്. അതെ, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെ ഞാൻ പറയുന്നു. നിങ്ങളേറെ കാലമായി കൊതിച്ചത് ആരോ കൊണ്ടുവന്ന് എടുത്തു വെക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടു മുമ്പിൽ സംഭവിക്കാൻ പോകുകയാണ്. ദൈവം അത് നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആഗ്രഹം എന്ന് പറയുന്നത് വെറും ഒരു ചിന്തയല്ല, മൈൻഡിലുള്ള വെറും ഒരു ഇമാജിനേഷൻ അല്ല. നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മലോകത്തേക്ക് നമ്മൾ അയക്കുന്ന ഒരു വിളിയാണ്. എന്താണ് വരാൻ പോകുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ വരും. കൂടുതലായി ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ യാഥാർത്ഥ്യമാക്കുന്നൊരു വൈബ്രേഷൻ ആ വ്യക്തിയുടെ മേൽ ആരംഭിക്കും. ആ വൈബ്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരു
ഇൻവിസിബിൾ സിഗ്നലായിട്ട് മാറും. ആ സിഗ്നൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം എവിടെയുണ്ടോ അവിടേക്ക് കണക്റ്റ് ചെയ്യപ്പെടും. അത് പ്രോപ്പറായിട്ട് നിങ്ങളായിരിക്കുന്നിടത്തേക്ക് കൃത്യമായി വരിക തന്നെ ചെയ്യും. ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഒരു വിളിയായി കാണുന്നു, വിശ്വാസമായി കാണുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ വളരെ മനസ്സിലാക്കണമേ. ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം ഒരു വിളിയായി കാണുന്നു, വിശ്വാസമായി കാണുന്നു. പലരും ആഗ്രഹിക്കുന്നു, പക്ഷെ വിശ്വസിക്കുന്നില്ല. എന്നാൽ എനിക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, എനിക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഏതൊരു കാര്യത്തിലും വിശ്വസിക്കുന്ന ഒരാൾ, ആ ആഗ്രഹം സബലീകരിക്കാനുള്ള മുഴുവൻ വഴികളുടെ താക്കോലാണ് ദൈവത്തിൽ നിന്ന് നേടുന്നത്. ആ കാര്യം മുഴുവൻ നേടാനത്ര ആവശ്യമായിരിക്കുന്ന മുഴുവൻ ധനവുമാണ് ദൈവത്തിൽ നിന്ന് നേടുന്നത്. ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വിഘ്നങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവദൂതന്മാരുടെ ബറ്റാലിനെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് നേടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിതീവ്രമായ ചില പോരാട്ട പ്രാർത്ഥനകളെക്കാൾ പവറുണ്ട് ചില ആഗ്രഹങ്ങൾക്ക്. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ശക്തമായ ചില ആത്മിക പോരാട്ട പ്രാർത്ഥനകളെക്കാൾ പവറുണ്ട് ചില ആഗ്രഹങ്ങൾക്ക്. അത് തീവ്രമായാൽ അതൊരു വാളുപോലെ തടസ്സങ്ങളെ മുറിച്ചു കളയും. അത് വേണമെന്നുള്ള ആ ഒരു കൊതി നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പിടുത്തത്തിൽ നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് കണ്ട ആ സംഗതിയെ റാഞ്ചിയെടുക്കുന്ന ഒരു കഴുകനെ പോലെ നിങ്ങളായിത്തീരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു വിളിയാണ്. ദൈവം അതിനൊരു വിളിയായും വിശ്വാസമായും കാണുന്നു. ദൈവം വിശ്വാസത്തിൽ പ്രസാദിക്കുന്നയാളാണ്. ബൈബിൾ നമ്മളുടെ എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടൊരു വാക്ക് പറയുന്നു: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവവും ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, അത് സംഭവിച്ചു. ചില കാര്യങ്ങൾ ആകസ്മികമായിട്ടുണ്ടാകുമ്പോൾ നമ്മളിൽ ചിലർ പറയാറുണ്ട്. അപ്പോൾ നമ്മളടുത്ത് നിൽക്കുന്നുണ്ട്, എന്നാ പറ്റിയേ? അപ്പോൾ നമ്മൾ അയ്യോ എനിക്കറിയത്തില്ല, ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ, അത് സംഭവിച്ചു. നെഗറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നിങ്ങൾ ഈ വാക്ക് പറഞ്ഞ ആളല്ലേ? അതെ. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിക്കും. ഇതെങ്ങനെ? അയ്യോ എനിക്കറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ മറുപടി പറയും. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അവിടെ നടന്നിട്ടുണ്ടാകും. ഇതെങ്ങനെയാണ് നടക്കുന്നത്? സിമ്പിളായിട്ട് പറയാം. ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ, ഇതിനുവേണ്ടി ഒട്ടും പിരിമുറുക്കമില്ലാതെ, നിങ്ങൾ വളരെ സൗമ്യമായി വളരെ കൂളായി നിൽക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള എന്തും അത് വരട്ടെ. നമുക്കിപ്പം തൽക്കാലം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ശാന്തമായിട്ട് നിൽക്കാം എന്ന നിലയിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ, പരിസരങ്ങളിലെ ശബ്ദ കോലാഹലങ്ങളൊന്നും കേൾക്കാതെ ഉള്ളിലുള്ള നടക്കുമെന്നുള്ള ആ ഒരു സമാധാനത്തിൻ്റെ ആ ഒരു സിഗ്നൽ മാത്രം നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്ത് കൈ പിടിച്ച് നമ്മളിങ്ങനെ വളരെ കൂളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ ഒരു വലിയ കാര്യം നടക്കും. ഞാനത് ഒത്തിരി ശുശ്രൂഷകളിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒത്തിരി പ്രോബ്ലങ്ങളുമായിട്ട് വരുന്ന വ്യക്തികളുടെ ലൈഫിൽ ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ടാകും. പക്ഷെ ഞാൻ അവരെ കുറച്ച് നേരം വളരെ ശാന്തമായി നിർത്തും. അതിനുശേഷം ഞാൻ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ ചിലപ്പോൾ അവർ ദൈവശക്തിയാൽ വീണെന്നിരിക്കും, അവർ കരഞ്ഞെന്നിരിക്കും, പലവിധ പ്രകടനങ്ങൾ അവർ കാണിക്കും. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കാണാറുള്ളൊരു കാര്യം പറയട്ടെ. പലരുടെയും അടുത്ത് ചെല്ലുമ്പോൾ കടും ചുവപ്പിലുള്ള ഒരു പൊടി വാരി എറിഞ്ഞാൽ നിൽക്കുന്ന പോലുള്ള അന്തരീക്ഷമാണ് പലരുടെയും ചുറ്റിലും കാണാറുള്ളത്. അങ്ങനെ കടും ചുവപ്പായിരിക്കുന്ന ഒരു പുക അതിങ്ങനെ ചുറ്റും നിൽക്കുകയാണ് പലരുടെ ഇടയിൽ. ആ കടും ചുവപ്പായിരിക്കുന്ന ആ ഒരു സിഗ്നൽ കണ്ടാൽ ഹെവി ആയുള്ള റെസിസ്റ്റൻസ് അങ്ങനെയുള്ള മനുഷ്യരുടെ മുമ്പിൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ മനസ്സിലാക്കുന്നത്. അപ്പം കുറച്ചു നേരം സമാധാനത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള അഭിഷേകം ആ വ്യക്തികളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇച്ചിരി നേരം അവരങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ കാർമേഘം നിറഞ്ഞ ആകാശത്ത് നിന്ന് ചെറിയ കാറ്റിങ്ങനെ പരിസരങ്ങളടിക്കുമ്പോൾ ഈ കാറ്റിനാൽ മേഘം ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഇവരുടെ ചുറ്റിൽ നിന്നും ഇതങ്ങ് മാറും. ഇത് മാറിക്കഴിയുമ്പോൾ നമ്മളിലുള്ള ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ ഒരു പോർഷൻ നമ്മുടെ ശുശ്രൂഷ പ്രാപിക്കാൻ വരുന്ന വ്യക്തികളിലേക്ക് പകരപ്പെടും. കൃത്യമായിട്ട് നമുക്ക് കാണാം അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അത് അവരിൽ ചെന്ന് കവേർഡായി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആ വ്യക്തികൾക്ക് വിടുതലായി.
എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും നടന്നിരിക്കും. ഏത് സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ രോഗമാണെങ്കിലും ഹീലായിരിക്കും. എത്ര ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കേസായാലും ജയിച്ചിരിക്കും. നടക്കത്തില്ലെന്ന് എഴുതി തള്ളിയിട്ടിരിക്കുന്ന ഏത് ഇടപാടായാലും അതിനകത്ത് ടോക്കൺ വന്നിരിക്കും, ബിസിനസ് നടന്നിരിക്കും. ഏത് മാനസിക വൈകല്യത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഒട്ടും പിടിതരാതെ കലഹിച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും രൂപാന്തരപ്പെട്ടിരിക്കും. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്നും ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു വലിയ തലം പുറത്തേക്ക് വരികയാണ്. നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രസൻസ് നമ്മുടെ ചുറ്റുമുള്ളതായ റെസിസ്റ്റഡ് ആയിരിക്കുന്ന അന്തരീക്ഷത്തെ കംപ്ലീറ്റ്ലി മാറ്റും. ചെങ്കടലും മാറി എന്ന് പറയുന്നില്ലേ? ഒരു അദൃശ്യമായ കടലുണ്ട് നമ്മുടെ മുമ്പിൽ. ആ അദൃശ്യമായ കടലിന് നേരെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ധൈര്യപൂർവ്വം നമ്മുടെ അകത്തു നിന്നും നമ്മൾ നമ്മുടെ ആന്തരികമായ നിയോഗത്തിൻ്റെ വടിയെടുത്ത് നീട്ടണം. നീട്ടുമ്പോൾ ദൈവം ഒരു കാറ്റടിപ്പിക്കും. കടലിൽ ഒരു പാത ഒരുങ്ങപ്പെടും. പരിസരങ്ങളിലെ സംഘർഷങ്ങൾ മാറിയിട്ട് ഒരു പുതുമയുള്ളതായ ജീവിത സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉടലെടുക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതൊന്ന് നിങ്ങൾ നോക്കുക. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കത്തില്ല, അയ്യോ അറിയില്ലെന്നേ. പക്ഷേ നിങ്ങൾ വളരെ കൂളായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവിക സമാധാനത്തിൻ്റെ പ്രകാശം സകല ബുദ്ധികൾക്കും അതീതമായൊരു കാര്യം നിങ്ങളുടെ ചുറ്റിലും സംഭവിപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എല്ലാ മനുഷ്യ ബുദ്ധികളെക്കാളും അതീതമായിരിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ്. ദൈവത്തിൻ്റെ സമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രെയിൻ. ഒന്നുകൂടെ കേട്ടോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിൻ ദൈവത്തിൻ്റെ സമാധാനമാണ്. നമ്മുടെ ബുദ്ധിക്ക് മീതെ ദൈവത്തിൻ്റെ തലച്ചോർ പ്രവർത്തിക്കുന്നു എന്നെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾക്കും മീതെ, നമ്മുടെ ആങ്സൈറ്റിക്കും ടെൻഷനുകൾക്കും എല്ലാം മീതെ ദൈവത്തിൻ്റെ ഒരു സമാധാനം കവേർഡായി കഴിഞ്ഞാൽ നമ്മുടെ മീതെ നമ്മുടെ തലവൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതൊന്നും കാണില്ല, പക്ഷെ കാര്യം നടക്കും. എങ്ങനെയെന്ന് ചോദിക്കരുത്, കാര്യം നടക്കും. നിങ്ങൾ ഇന്ന് ഇറങ്ങുന്നത് എത്ര വലിയ ചലഞ്ചിലേക്കായാലും അത് നടക്കും. നിങ്ങൾ ഇന്ന് മുന്നോട്ട് ചുവട് വെക്കാൻ പോകുന്നത് ഏത് വലിയ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അത് സംഭവിക്കും. ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ വ്യക്തി പിടിച്ചു നിർത്തിയതുപോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു തരും. ഇന്ന് പരീക്ഷിച്ചു നോക്കിക്കൂ. അത്ര ഉറപ്പോടാണ് ഞാൻ പറയുന്നത്. ആഗ്രഹം എന്ന് പറയുന്നത് അത്ര ശക്തമേറിയ ദൈവരാജ്യത്തിലെ ഒരു പവർഫുൾ വെപ്പണാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ആഗ്രഹം എന്നും പറഞ്ഞ് അതിൻ്റെ വില കളയുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അതിനെ ഏറ്റവും ശക്തിയുള്ള ഒരു ഷാർപ്പസ്റ്റ് ആൻഡ് പവർഫുൾ വെപ്പണായി ഹാൻഡിൽ ചെയ്യാൻ പരിശീലിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നം വെക്കുന്ന കാര്യത്തിൽ അവർ ചെന്നെത്തിയിരിക്കും. അവർ ആഗ്രഹിക്കുന്നത് അവർ അരികിൽ വന്നിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു അതർ ഫേസാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു മുഖമാണ്, നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ വേറൊരു പതിപ്പാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഇത് സംഭവിപ്പാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന 100 കണക്കിന് മനുഷ്യ ഹൃദയങ്ങൾക്കകത്ത് സംഘർഷങ്ങൾ മാറിയിട്ട് ഈ കാര്യങ്ങൾ നടക്കും. നന്നായിട്ട് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ ചിലർക്ക് ഈ ചെവിക്ക് ബുദ്ധിമുട്ട് വരും. ചെവി കടിക്കുന്ന പോലെ തോന്നും, അതിനകത്ത് ഇങ്ങനെ വിരലിടണമെന്ന് തോന്നും. ഒത്തിരി പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാകും. ഒരു ഇറിറ്റേറ്റിംഗ് സ്പിരിറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്തിനാണ് ഇവ പ്രവർത്തിക്കുന്നത്? സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പവർ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ അംബിഷൻ ഷാർപ്പാകും. അത് പ്രയോഗിച്ചാൽ റിസൾട്ട് കിട്ടുമോ? എങ്ങനെ അറിയാം? നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളണം, നിന്റെ ആഗ്രഹം മൂർച്ച വരുത്തപ്പെട്ടൊരായുധമാണ്. അതിനാൽ നീ സമ്പന്നനാകും, ജയാളിയാകും, വാഴും. അതിന് വഴിമുടക്കികളായിട്ട് വരുന്ന, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കറുത്ത് അല്ലെങ്കിൽ കടും ചുവപ്പ് എന്ന നിലയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പുകപടലം പോലെയുള്ള ആ ഒരു അന്തരീക്ഷത്തിൻ്റെ എതിരാണ് ഇങ്ങനെയുള്ള
അലോസരപ്പെടുത്തുന്നതിൻ്റെ രൂപത്തിൽ ഉയരുന്നത്. അതിനെ പുറത്താക്കാൻ മാസ്റ്റർ ബ്രെയിൻ ആക്റ്റീവ് ആകണം. ആ മാസ്റ്റർ ബ്രെയിൻ ദൈവിക സമാധാനമാണ്. നമ്മൾ വളരെ കൂളായിട്ട് നിൽക്കുക, വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, റിലാക്സ്ഡ് ആകുക, കാര്യങ്ങൾ തിരിയും. ഒരു വലിയ മിറാക്കിൾ നടക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയത് നിങ്ങളുടെ കൈകളിൽ വരും. ഇന്നത്തെ ഈ ദൂത് നിങ്ങളെ എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ അസാധാരണമായ കൈ തന്നെയാണ്. ഇത് കേട്ടിട്ടുള്ള ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രവചനം നടത്തുന്നു. ഇന്നെൻ്റെ വാക്കുകൾ കേട്ടിട്ടുള്ള ചില മനുഷ്യർ, അവർ തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കൈവരിച്ചിട്ടില്ലാത്ത അമാനുഷികമായൊരു ശക്തിയെ ഇന്ന് പിടിച്ചെടുക്കും. നിങ്ങളുടെ ജയം ഒരു കൊടുങ്കാറ്റ് പോലെ വേഗതയും ശക്തിയുമുള്ളതായിരിക്കും. ആർക്കും അതിനെ തടയാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് ജീവിത വഴിയിൽ ഒരു ഗുരുവായിട്ടായിരിക്കാം ദൈവം എന്നെ നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് ഈ ആലോചന പറയുന്നൊരു ഏഞ്ചലായിട്ടായിരിക്കാം നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു ടോർച്ചായിട്ടായിരിക്കാം ഇപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഉപയോഗിക്കുക, നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഞാനിത് അത്രത്തോളം ആത്മനിറവിൻ്റെ ഹൃദയത്തിലൂടെ നിങ്ങൾക്കിത് കൈമാറുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടു, ഗതി പിടിച്ചു എന്ന വാക്ക്, അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട ദക്ഷിണ, അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട ഉപഹാരം. പാസ്റ്ററേ, അന്നത് കേട്ടു, എൻ്റെ കാര്യമൊക്കെ ആയി. ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാനിത് നിങ്ങളിൽ വിതയ്ക്കുകയാണ്. എനിക്കിതിൻ്റെ ഫലം വേണം. ഞാനിത് നിങ്ങളിൽ നിന്നും പറിച്ചെടുത്തിരിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കാര്യത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ച്, നിങ്ങൾ ഇന്ന് വളരെ നിസ്സാരമായി ജയിച്ചു എന്നുള്ള സന്തോഷത്തിൻ്റെ മെസ്സേജുമായിട്ട് നിങ്ങൾ വരും. ഞാനതിനായിട്ട് കാത്തിരിക്കുന്നു. കർത്താവ് അതിനാണ് ഇന്ന് എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങൾ വെറും ആഗ്രഹങ്ങളല്ല എന്ന്, അത് ദൈവരാജ്യത്തിലെ അതിശക്തമായൊരു ആയുധമാണ്. അതെങ്ങനെ പ്രയോഗിക്കണമെന്നതിൻ്റെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടല്ലോ. തുടങ്ങാം. കർത്താവേ, അഭിഷേകം ചെയ്യുകയാണ് ഞാൻ ഇവരെ, ശക്തിപ്പെടുത്തുകയാണ് ഈ മനുഷ്യരെ. ഇപ്പോൾ ഇവരുടെ ഉടലിൽ ദൈവികമായൊരു പ്രഭയുടെ ശക്തമേറിയ പ്രകാശത്തിൻ്റെ പകർച്ച സംഭവിച്ചു തുടങ്ങട്ടെ. ചെറിയൊരു തിരിനാളത്തിൽ നിന്നും ഒരു വലിയ അഗ്നിനാളം ഉയരുന്നത് പോലെ ഇവരുടെ ഉള്ളിലെ തീജ്വാലയെ ഞാൻ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു മാസ്മരിക കാഴ്ചയായി ഉയരട്ടെ. ഇന്ന് വരെ ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ സോണിലേക്ക് ഇപ്പോൾ തന്നെ ഇവർ എടുത്തുയർത്തപ്പെടട്ടെ. ഇവർ ശുശ്രൂഷകരാണ്, ഇവർ പോരാളികളാണ്, രാജകുമാരന്മാരും രാജകുമാരിമാരുമാണ്. ഇവരുടെ കൈകളിൽ മറ്റാരുടെ കയ്യിലുമില്ലാത്ത വ്യത്യസ്തമായൊരു ആയുധം അങ്ങ് കൈമാറിയിട്ടുണ്ട്. അതവരുടെ ആഗ്രഹമാണ്. അങ്ങയിൽ രസിക്കുമ്പോൾ അത് ഭവിക്കാൻ തുടങ്ങും. അങ്ങയോടുകൂടി ആഹ്ലാദിക്കാൻ തുടങ്ങുമ്പോൾ അത് സംഭവിപ്പാൻ തുടങ്ങും. ഇവർ അനുഭവിച്ച 100 വേദനയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി യേശുവിൻ്റെ കൂടെ ഇവർ ആഹ്ലാദം ആരംഭിക്കുമ്പോൾ, സാക്ഷാൽ ദൈവപുത്രൻ്റെ സാന്നിധ്യത്തിൽ ഇവരുടെ പ്രമോദം ആരംഭിക്കുന്ന ഈ നേരത്തിൽ ഇവരുടെ ദാരിദ്ര്യമില്ലാതാകുന്നു. ദുരിതങ്ങൾ ആരോ ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നു. സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ പോലും ആരോ തൂത്തുമായിച്ച് കളയുന്നു. പേടിച്ചു വിറച്ചു പോയ സാഹചര്യങ്ങളിൽ നിന്ന് ആരോ ഇവരെ രക്ഷപ്പെടുത്തുന്നു. ആര് സഹായിക്കുമെന്നുള്ള ചിന്തയ്ക്കപ്പുറത്ത് 100 കരങ്ങൾ ഇവർക്ക് സഹായത്തിനായി വരുന്നു. ഇവർ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജേതാവായി തീരത്തക്ക വിധം ഇവരുടെ സുഹൃത്ത് വലയത്തിലെ ഏറ്റവും വലിയ ഡീലുകൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, അതിന്ന് വരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്ത വലിയ തുകയ്ക്ക് അതീതമായത്
ഇവർ കൈകാര്യം ചെയ്യത്തക്ക വിധം പ്രാബല്യത പ്രാപിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധവും നന്ദിയാലും ഇവരുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഈ സെക്കൻഡ് മുതൽ സന്തോഷിക്കുന്നതിനായിട്ട് സ്തോത്രം. തികഞ്ഞ ദൈവ സാന്നിധ്യം ഇവരെ മേൽ കവറാകട്ടെ. ഇവർ ഉപേക്ഷിക്കണമെന്നും നിർത്തണമെന്നും ആഗ്രഹിച്ച പാപങ്ങളെല്ലാം, സ്വഭാവങ്ങളെല്ലാം ഒട്ടും 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 സ്ട്രെയിൻ ചെയ്യാതെ ഈ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അതിവരിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിട്ട് ആ സ്ഥാനത്ത് പുതിയൊരു ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ഗ്രേസ് സ്ഥാനം പിടിക്കുകയാൽ സ്തോത്രം. ഐ ബ്ലസ് യു. നിങ്ങൾ വാഴട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു യേശു മഹാരാജാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരുപാട് അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 5 കോട്ടയത്ത് IMA ഹാളിൽ വെച്ച് നടക്കുന്നു. അതിവേഗം ജീവിതത്തെ മാറ്റുന്ന ശുശ്രൂഷ, പുതിയ അനുഗ്രഹത്തിലേക്ക്, വിടുതലിലേക്ക് പെട്ടെന്ന് ജീവിതത്തെ കാലതാമസമില്ലാതെ എടുത്തുയർത്തുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ മീറ്റിങ്ങുകൾ പോലെയല്ല, ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നിങ്ങളെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. 2026 ജനുവരി മാസം ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വാക്കുകൾ മറക്കരുതേ. ഈ ചാനൽ എല്ലാവർക്കും പരിചയപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഉത്തരവാദിത്വം ഞാൻ അങ്ങ് ഏൽപ്പിക്കുക. അതങ്ങ് ചെയ്തേക്കണം. കേട്ടല്ലോ? മുൻപ് ഞാൻ പറഞ്ഞ ഫലം അതെനിക്ക് തിരിച്ചു തരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.